രാവിലെ തന്നെ തുള്ളിപ്പാന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്ന് ഇത്രയും ശോകം പിടിച്ചൊരു ദിവസമായിരിക്കുമെന്ന്. രാവിലെ തന്നെ ഞാനും ഉമ്മയും ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് പോയി. ആടെയാണെങ്കിൽ നാട്ടിൽ എല്ലാവരും ഉണ്ട്. ഇത്രക്കാരും ആൾക്ക് പല്ലിന് പ്രശ്നമുണ്ടോ ഞാൻ ഇന്ന് അറിഞ്ഞത്. അങ്ങനെ ടോക്കൺ എടുത്ത് ഞാൻ സാൻഡേനെയും ക്ലോക്കിനെയും എല്ലാം നോക്കി മണിക്കൂറുകൾക്ക് ശേഷം അന്നെ വിളിച്ച്. അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മാനെ വിളിച്ചില്ലടോ. എന്നോടാണെങ്കിൽ ഡോക്ടർ 1 മണിക്കൂറത്തേക്ക് നോ ഡ്രിങ്കിങ് നോ ഈറ്റിങ് പറഞ്ഞിരുന്നത്. പിന്നെ ഞാനവിടെ കുത്തിയിരുന്ന റോട്ടിലോട്ട് പോകുന്ന ബസ്സിൻ്റെയും കാറിൻ്റെ ഒക്കെ എണ്ണെടുത്ത്. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഉമ്മ വന്ന്. ഡോക്ടർ പറഞ്ഞ 1 മണിക്കൂറെല്ലാം നേരത്തെ കഴിഞ്ഞ്. അങ്ങനെ നമ്മൾ നേരെ ഒരു കൂൾ ബാറിൽ പോയി. കട്ടിയുള്ളതൊന്നും തിന്നണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ലോഫും കോൾഡ് കോഫിയും വാങ്ങി. ഉമ്മാക്കാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലാത്ത സാധനം വേണോ, അതിപ്പം ഞാൻ അടുന്ന് കണ്ടുപിടിക്കാനാ. അങ്ങനെ ഉമ്മാക്കൊരു ഗഡ്ബഡ് സൺഡേ ഞാൻ വാങ്ങിക്കൊടുത്ത്. അതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മാൻ്റെ സൺഡേയിലും കൈയിട്ട് വാരത്തുനിന്ന് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക്. അങ്ങനെ കിട്ടിയ ബസ്സിലും കയറി നമ്മൾ പൊരുക്കെത്തി. നോക്കുമ്പോൾ ഉണ്ടടാ നമ്മളെ പൂച്ച. അപ്പോൾ ഇവന് ഒഫീഷ്യലി പേരൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇവനെ കറുപ്പാണ്ടിന്ന് വിളിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ ശല്യം വന്നല്ലോ, ഒന്ന് ഞാൻ ഒന്ന് ഉറങ്ങട്ടെ എന്നുള്ള ഇൽത്ത് മുഖം തിരിച്ച്. എന്താ അല്ലേ പൂച്ചക്ക് വരെ നമ്മൾ വേണ്ട. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ശരി എന്നാൽ.